ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ റോബ്ലക്സിൻ്റെ മിത്തുകളാണ് ട്രൈ ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ റോബ്ലക്സ് എടുത്തപ്പോൾ നമ്മൾ റോബ്ലക്സിൻ്റെ ഏത് മിത്ത നമ്മുടെ പുതിയ ബ്രോക്കേവൻ RP-യാണ് ലെഗോയുടെ എന്നിട്ടാ പേഴ്സണാണ് കളിക്കുന്നത്. അതിൽ ഓരോരോ മിത്തുകളാണ് കാട്ടിയാണ്. നമ്മൾ ഈ എവൻറ്റിൽ കയറിയാലോ, എവൻറ്റിൽ ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ നമുക്ക് കയറാട്ടോ. പ്ലേ കൊടുക്കാൻ പോവാണ്, ഇവൻറ്റ് കയറാൻ പോവാം. ഇപ്പോൾ റോബ്ലക്സിൽ ഇങ്ങനെയാണ് ആദ്യം വരുന്നത്. അപ്പോൾ നമുക്ക് ഗെയിം കളിക്കാൻ തുടങ്ങും. ഇപ്പോൾ പുതിയ അപ്ഡേറ്റ്സൊക്കെ ഇത് കാണുന്നുണ്ട്. ലെഗോ കാർ ഇവൻറ്റ്, 4 പുതിയ കാറുകൾ, ക്ലെയിം ഫസ്റ്റ് ലെഗോ കാർ ഇൻ എവൻറ്റ് സോൺ നൗ. എന്നിട്ട് ഈ ബ്രിക്സൊക്കെ കളക്ട് ചെയ്യാം. പിന്നെ ഒരു ഫ്രഞ്ച് വൈസ് ഫാൻ ഉണ്ട്. അപ്പോൾ നമുക്ക് പ്ലേ കൊടുക്കാമല്ലോ. എല്ലാവരും റെഡിയാണ്, കളിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് മിത്തുകൾ ട്രൈ ചെയ്യാം. നമുക്കൊരു കാർ എടുക്കാം. അപ്പോൾ ഞാൻ എടുക്കുന്ന കാറാണ്, ഏത് കാർ എടുക്കും? ഏറ്റവും സ്പീഡ് 3 കാർ എടുക്കാം. എൻ്റെ മറ്റേ കാർണോളിൽ കിട്ടിയ ഒരു കാറാണ് ലംബർഗിനി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്പീഡ് കൂട്ടാമല്ലോ. 65 ആണ് മാക്സ് സ്പീഡ്. എനിക്ക് പ്രീമിയം ഗെയിം പാസ്സൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് 55 പോകാൻ ഇഷ്ടം. അതിൻ്റെ എനിക്ക് ഇഷ്ടമൊരു ഇത്ര ലുക്കിലായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. ആദ്യത്തെ മെത്ത് എവിടെയാണെന്ന് അറിയോ? ആദ്യത്തെ മെത്ത് നമുക്ക് പെട്രോൾ പമ്പിൽ പോവാം. പെട്രോൾ പമ്പിൽ എത്തിയിട്ട് നമുക്ക് ആ ഫുഡ് മാർട്ടിൻ്റെ അവിടെ ഇങ്ങനെ പാർക്ക് ചെയ്യാം. എന്നിട്ട് ഓടിപ്പോയിട്ട് ഇങ്ങോട്ട് വരാം. എന്നിട്ട് ഇവിടെ ഒരു സീക്രട്ട് ഏജൻറ്റ് ബേസ് ഉണ്ട്. അതുകൊണ്ട് സൂപ്പറാണ്. എന്നിട്ട് ഇതോടെ പോയാൽ കുറേ സ്പേസൊക്കെ ഉണ്ട്. എന്നിട്ട് ഇവിടെ ബ്ലൂ ലൈനൊക്കെ ഉണ്ട്. അത് ഇതിൻ്റെ പവറിൻ്റെ ആയിരിക്കും. അത് നമുക്ക് പവറിൻ്റെ ഒരു റൂമുണ്ട്. ഇതാണ് പവറിൻ്റെ റൂം. പവർ ഓൺ. അതിൻ്റെ കുറേ ഗേജസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ തൊട്ട് പവർ ഇസ് ഓൺ ഒക്കെ എന്നിട്ട് കളിക്കാൻ നല്ലതാണ്. അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത മിത്തിക്ക് പോവാം. മിത്ത് നമ്പർ 1 കഴിഞ്ഞു കേട്ടോ. അടുത്ത മിത്തിക്ക് പോവാം. നേരെ ഫുഡ് മാർട്ടിക്ക് പോയിട്ട് ഈ വണ്ടി ഇവിടെ കിടക്കണ എനിക്കൊരു പേടിയാണ്. വണ്ടി നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാം. റിവേഴ്സ് എടുത്തു. സെക്കൻഡ് മിത്തിക്ക് പോവാം. സെക്കൻഡ് മിത്തിന് ഇങ്ങോട്ട് വരണം. ഡൗൺ ടൗൺ സബ്വേ സ്റ്റേഷനിലേക്ക്. നമ്മൾ ഫൗണ്ടനൊക്കെ ഉള്ള സബ്വേ സ്റ്റേഷനില്ല, അങ്ങോട്ട് വരും. അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും പണ്ട് മുതൽ അറിയാൻ പറ്റുന്ന ഒരു മിത്താണ്. ഈ ഡൗൺ സ്റ്റേഷനും ആക്കിയിട്ട് ഇതോടെ പോവാൻ പറ്റും. അത് കുറച്ച് ട്രൈകളൊക്കെ ഞെക്കണം. കയറിയാണ്ട നമുക്ക് കാണാം. എന്നിട്ട് അത് ബ്ലോക്കാവും. എന്നിട്ട് നമ്മൾ ഫൗണ്ടൻ്റെ അടിയിലാവും. ഇനി ആരെങ്കിലും നമ്മളുടെ മേലോടെ നടന്നു പോയാൽ ഒരാൾ നമ്മൾ തിരിച്ച് ഇതിങ്ങോട്ട് വരും വെള്ളം. പക്ഷെ ഇവിടെ ഒരു കുഴപ്പമുണ്ട്, ഏതോടെ തിരിച്ച് പോകേണ്ടതെന്ന് റൂട്ട് അറിയില്ല എന്നുള്ളൂ. ഇപ്പം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ സ്റ്റക്കായല്ലോ. അയ്യോ, പണിയില്ല. ഇതോടെ പോയിട്ടല്ലേ. അതിൻ്റെ ഈ ഗ്രീൻ ബട്ടൺ വയ്ക്കാൻ തിരിച്ചു പോവാം. നമുക്ക് ഇവിടെ ആൾക്കാരെ പേടിപ്പിക്കാനൊക്കെ പറ്റും. ഇവിടെ നിന്നിട്ട് എന്നിട്ട് നമുക്ക് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും പേടിച്ചു. നമ്മളങ്ങനെ ഇവിടെ എത്തിയിരുന്നു.
എന്നിട്ട് നമുക്ക് തിരിച്ച് പോകാമല്ലോ. മിത്ത് നമ്പർ 2 കൺഫേം. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് ഇതപ്പോൾ ഇരുന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് പോവാന്നറിയാം. ഇങ്ങോട്ട് പോവാം. ഏത് സ്റ്റേഷൻ അറിയില്ല. ഇങ്ങോട്ട് പോവാം. നമ്മൾ ഇറങ്ങാം. ട്രെയിൻ അമ്മ ഇറങ്ങാം. ക്രൗൺ പ്രൈവറ്റിലേക്ക് എത്തി. എന്ന് വെച്ചാൽ ഈ സ്ഥലം. അടുത്ത മെത്തെന്ന് വെച്ചാൽ നമുക്ക് ബിൽ ബോർഡിന് മേലെ കയറിയിട്ട് ഇത് വേർഡ്സൊക്കെ ടൈപ്പ് ചെയ്യും. ഇപ്പോൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് ഇവിടെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് എന്നൊക്കെ എഴുതാം. ഇപ്പം ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ എന്നിട്ടാ ഈ മൈക്കിനൊരു കുഴപ്പം. ലൈക്ക് ആൻഡ് നമുക്കിവിടെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് എഴുതാം. അതും ഏത് കളറിലാണ്. ഇപ്പോൾ ബ്ലൂ ആക്കാം, റെഡ് ആക്കാം, ബ്ലാക്ക് ആക്കാം. ഇപ്പോൾ ഞാൻ ബ്ലാക്കിലിട്ടു കേട്ടോ. എന്നിട്ട് നമുക്ക് തിരിച്ച് ഡൗൺ ടൗണിലേക്ക് പോയിട്ട് കാർ എടുത്തിട്ട് അടുത്ത മിത്തിക്ക് പോകും. അതാണ് മിത്ത് നമ്പർ 4. അപ്പോൾ നമുക്ക് തിരിച്ച് ഡൗൺ ടൗണിലേക്ക് പോവാം. ഇതിനുള്ളിൽ എന്തൊക്കെ സംഭവിക്കണമെന്ന് അറിയില്ല. എന്നിട്ടാ അവിടെ ബ്ലാക്ക് സ്ക്രീനൊക്കെ വരുമ്പോൾ എൻ്റെ അവിടെ തിരിച്ച് ഡൗൺ ടൗണിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ കാറ് ഇവിടെ കിടക്കുന്നുണ്ട്. നമുക്ക് അടുത്ത മിത്തിക്ക് പോകാം. അടുത്ത മിത്ത് എന്നിട്ടാ അടുത്ത മിത്ത് ബീച്ചിൽ കുറേ ദൂരത്തേക്ക് പോവാം. അതാണ് അടുത്ത മിത്ത്. ആ ഐലൻഡ് വരെ കാറ് പോവാണ് അടുത്ത മിത്ത്. മിത്ത് നമ്പർ 5 ആണ്. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. മിത്ത് ബസ്റ്റഡ്. ഇത്രേ പോകാൻ സമ്മതിക്കുന്നുള്ളൂ. കാറ് മുങ്ങിനെ കൂടിയുണ്ട്. അതാ ഈ ഗെയിമിന് പ്രത്യേകത. ഒന്നും സമ്മതിക്കില്ല. എന്നിട്ട് നമുക്ക് തിരിച്ചു പോവാം. പക്ഷേ നല്ലൊരു ഹൈഡിങ് പോസ്റ്റ് ഉണ്ട്. ഇതിനുള്ളിൽ ഹൈഡ് ചെയ്താൽ നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ കൂടെ അങ്ങനെ ഹൈഡ് ആൻഡ് സ്നീക്ക് കളിക്കുമ്പോൾ ഇതിനുള്ളിൽ ഹൈഡ് ചെയ്യാൻ നല്ല ഓപ്ഷൻ. വണ്ടീൻ്റെ ഹൈറ്റ് കുറവാണെങ്കിൽ ഹൈഡ് ചെയ്യാൻ നല്ല ഓപ്ഷനാണ്. എന്നിട്ട് ഇവിടെ വണ്ടി ഇടാം. നിങ്ങൾ ഏതെങ്കിലും വണ്ടി ഇട്ടിട്ട് വേറെ പ്രീമിയം ഗെയിം പാസ് ഉണ്ടെങ്കിൽ വേറെ വണ്ടി എടുത്തിട്ട് വേറെ സ്ഥലത്ത് പോയി എടുക്കാം. അപ്പോൾ ഡീക്കോയ് ആയില്ലേ. അപ്പോൾ ആരെങ്കിലും ഉണ്ടോയെന്ന് അറിയാൻ പറ്റില്ലല്ലോ. വേണ്ട ടെക്നിക്ക്. അപ്പോൾ നമുക്ക് തിരിച്ചു പോകാമല്ലോ. എന്നിട്ട് നമുക്ക് ഒരു വീടുണ്ട്. ആ വീട്ടിൽ പോകാം. ആ വീട് മേടിക്കാൻ പോകട്ടെ. നമ്മൾ ഇപ്പോൾ സൂപ്പർ സ്പീഡാണ് പോകുന്നത്. ആ മിത്ത് ഞാൻ റോട്ടിക്ക് പോകുന്ന വഴിയോട് പറഞ്ഞുതരാം. ആ മിത്താണ് നമുക്ക് ഞാൻ ഈ വീട് കാട്ടിത്തരാം. നമ്മൾ ഈ പ്രീമിയം അല്ലാത്ത ഈ വീട് കണ്ട ലെങ്ത്തുള്ള ഈ വീട് എടുക്കാം. ഓക്കെ, ഈ വീട് എടുത്തിട്ട് എന്നിട്ട് നമ്മൾ ഒരു ഫയർ ട്രക്ക് എടുക്കും. ഫയർ ട്രക്കിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് എന്നിട്ടാണ് പറയും. എന്നിട്ട് നമ്മൾ ഗറാജ് തുറക്കുമ്പോൾ ഇവിടെ പോയി നിൽക്കും. എന്നിട്ട് നമ്മൾ ചാടി ട്രൈ ചെയ്ത് നോക്കും. ഈ വീട്ടിൻ്റെ മേലേക്ക് ചാടാൻ. 10 മിനിറ്റ് ആട്ടോ നമ്മൾ ട്രൈ ചെയ്യാൻ പോകും. മിത്ത് നമ്പർ 6 ആണ്. നമ്മൾ കുറേ മിത്തുകളുണ്ട്. പക്ഷെ നമുക്ക് ഒരു 15 മിത്തുകൾ ട്രൈ ചെയ്യണം. അത് വർക്കായില്ല. അപ്പോൾ നമുക്ക് വേറൊരു ഓപ്ഷനും ഇല്ല. ഫയർ ട്രക്ക് എടുക്കാം.
അപ്പോൾ ഫയർ ട്രക്ക് സ്നാപ്പ് ചെയ്ത് എടുക്കാം. അയ്യോ മാറിപ്പോയി, ഇനി പറയാം. ഇതല്ല ഫയർ ട്രക്ക്. യെസ്, ഫയർ ട്രക്ക് എടുത്തിട്ട് റിവേഴ്സ് എടുത്തിട്ട് ഇങ്ങോട്ടിടാം. ഇങ്ങോട്ട് ഇട്ടിട്ട് റിവേഴ്സ് എടുത്തിട്ട് എന്നിട്ട് റിവേഴ്സ് എടുത്തിട്ട് നേരെ ലാഡറില്ലേ, ഇത്ര ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ബാക്ക് എടുക്കാം. എന്നിട്ട് നമ്മളുടെ വണ്ടിയിൽ കയറി നമ്മൾ ബാക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു കറക്റ്റ് പൊസിഷനാക്കാൻ ആ സാധനം വീടുമ്പോൾ മുട്ടണം. എന്നിട്ട് നമ്മൾ കുറച്ച് എന്നിട്ട് നമുക്ക് ചാടാൻ പറ്റുമോ നോക്കാം. അപ്പം എന്നിട്ട് അത് ഫെയിൽ അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം കൊണ്ട് തയ്ക്കാം. അയ്യോ ട്രക്കില്ലേ ലെങ്ത് കുറഞ്ഞു പോയി. അപ്പോൾ നമുക്ക് അതിൻ്റെ വേറൊരു ഓപ്ഷനില്ല, കുറച്ചും കൂടി ബാക്ക് എടുക്കാം. ഇത് മതിയോ? വീട് മുട്ടനുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ മേലേക്ക് കയറുമ്പോൾ ഇവിടെ ഒന്നും ഇല്ലല്ലോ, റെഗുലർ റൂഫ്. എന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോൾ റെഗുലർ റൂഫ് ഒരു സീക്രട്ട് റൂമായി മാറും. എന്നിട്ട് വേറെ വരില്ല പുറത്തിറങ്ങാൻ. എന്നിട്ട് ഞാനിവിടെ എന്തിട്ടൊക്കെ വെക്കുമെന്ന് അറിയൂ. ഞാൻ സാധാരണ ഗെയിം ഓപ്പൺ ചെയ്യുമ്പോൾ ഈ പ്രോപ്സ് എടുത്തിട്ട് അതിൽ എന്തിട്ടാ ഓരോ സാധനങ്ങൾ വയ്ക്കും. ഇപ്പം ഞാൻ ഒരു സ്വിമ്മിങ് പൂൾ വയ്ക്കാം. സ്വിമ്മിങ് പൂള് ആരും കാണാത്ത രീതിയിൽ വെച്ചാൽ നല്ലതായിരിക്കും. സ്വിമ്മിങ് പൂളൊക്കെ വെച്ച് പിന്നെ ബെഡ് ഉണ്ടാവില്ലേ, ബെഡ്. ഇപ്പം നമ്മൾ ഹൗസിൻ്റെ സാധനങ്ങൾ വെക്കാൻ പോകും. ബെഡൊന്നും ഇല്ലേ ഗെയിമിൽ. നമ്മൾ പ്രോപ്സ് എടുത്തിട്ട് പ്രോപ്സ് വെറും ബ്രെഡ് ഉണ്ടോ നോക്കാം. ഞാൻ കണ്ടിക്കണ ഡബിൾ ഡെക്കർ ബെഡാണ്. അതെ, ഇത് നമ്മൾ ഇവിടെ വയ്ക്കും. ഒരു ബെഡ് ലൗഞ്ച്. നമുക്ക് ടി വി ഉണ്ടോ നോക്കിയാലോ. ടി വി വേണ്ട. എന്നിട്ട് ഇവിടെ ഒരു ഗെയിമിംഗ് സെറ്റപ്പ് വയ്ക്കാം. ഒരു ഗെയിമിംഗ് സെറ്റപ്പ്. അയ്യോ ഇത് വേണ്ട. അപ്പോൾ നമുക്കത് പ്രസ് ചെയ്തിട്ട് ഒരു ഗെയിമിംഗ് സെറ്റപ്പ് വേണം. ഗെയിമിംഗ് സെറ്റപ്പ്. ഗെയിമിംഗ് പ്രോക്കേവൻ ടി വി നമുക്ക് ഇവിടെ വയ്ക്കാം. ടി വി വയ്ക്കാൻ കുറച്ച് പാടാണ്, കുഴപ്പമുണ്ടാവില്ല. നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലത്തെ മോർ കോണ്ടൻറ്റ് ഉണ്ടാവും. നമുക്ക് എന്നിട്ട് ഓടി പോയിട്ട് മേലേക്ക് പോവാം. നിങ്ങൾ വേണമെങ്കിൽ പെർഫെക്ഷൻ ചെയ്തോ, ഞാൻ അത്ര പ്രോയൊന്നല്ല. അതാണ് നമുക്കൊരു മിനിമം എനിക്ക് പറ്റുന്ന ഒരു ലുക്കിൽ വയ്ക്കാം. ടി വി ആണ് വയ്ക്കാം. ടി വി ആ കാർ മോഡ്സിൽ സ്പോയിലറും മറ്റേ അതൊക്കെ കാർ മോഡ്സൊക്കെ വയ്ക്കാൻ ഭയങ്കര എഫേർട്ടുള്ള വയ്ക്കാം. വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്നിട്ടാ ഇനി ഒരു ടേബിൾ എടുക്കാം. ടേബിള് എടുക്കാം. അതിൻ്റെ PS5 ഒക്കെ വയ്ക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ഇത് ഔട്ടായിട്ട് ഗെയിമിംഗ് സെറ്റപ്പ് എടുക്കാം. അതിൽ PS5 എവിടെ വയ്ക്കുക? ഇവിടെ വയ്ക്കാം. ഓക്കെ, PS5 വെച്ചു.
ഇനി എന്നിട്ട് വേണ്ടതെന്ന് നമുക്ക് ആലോചിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത മെത്തേക്ക് പോവാം. ഇനി ഒരു മെത്തും കൂടി നമുക്ക് ട്രൈ ചെയ്തിട്ട് ഈ എപ്പിസോഡ് എന്നിട്ട് ചെയ്യാം. ഒരു മെത്തും കൂടി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കാർ എടുക്കാം. ഫയർ ട്രക്കൊന്നും വേണ്ട, നമുക്ക് ഏതെങ്കിലും ഒരു കാർ മതി. വീടും ഞാൻ ലോക്ക് ചെയ്യണില്ല, വീടങ്ങനെ നടക്കട്ടെ. ആരെങ്കിലും പൈസ എടുത്തിട്ട് പോയാൽ കുഴപ്പമില്ല. നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് പോവാം. അടുത്ത മെത്തിന് നമ്മൾ സൈക്കിൾ എടുക്കണം. സൈക്കിൾ എടുക്കാനാ പാട്. ഏതെങ്കിലും സൈക്കിൾ ആയാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ മറ്റേ 2 പേർക്ക് ചവിടാൻ പറ്റിയ സൈക്കിൾ എടുത്ത് മലയുടെ മേലെ കയറാം. ആ മഞ്ഞോളം മലയിൽ അടിയിൽ ഒരു ടണലുള്ള ആ മലയുടെ മേലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കാം. കുറേ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ കയറുന്നത്. മലയുമായി കാരണം സൈക്കിൾ ചവിട്ടി കയറാൻ ഭയങ്കര പാടാണ്. മഞ്ഞയ്ക്ക് എത്താറായി. ഇനി നമ്മൾ എവിടെ പാർക്ക് ചെയ്യാമെന്നറിയാം. നമുക്ക് കയറാനൊരു സ്ഥലമുണ്ട്. അതുമ്പോൾ ചാടി 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 ഇവിടെ എത്തും. ഈ സൈക്കിൾ പറ്റുമെന്നറിയില്ല. യെസ്, ദേ നമ്മൾ സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, അറിയാണ്ട് ബട്ടൺ ഞെക്കിപ്പോയി. നമുക്ക് ഈ സൈക്കിൾ പറ്റില്ല. ലെങ്ത് കൂടിയാണ് ഈ റോബ്ലക്സ് നമുക്ക് സമ്മതിക്കുന്നില്ല. അപ്പം നമുക്ക് നേരെ മറ്റേ സൈക്കിൾ എടുക്കാൻ പോകാം. കുഞ്ഞു സൈക്കിൾ ഓക്കെ. ഇപ്പോൾ വേണ്ട അതിന് ലെങ്ത് കൂടിയാണ്. കണ്ട, അടിയിലൊക്കെ കാണാം. ഇപ്പോൾ ബ്രോക്കേവൻ സ്കൂൾ കാണാം. ഇതാണ് മിത്ത് നമ്പർ 10. അപ്പോൾ ഈ മിത്ത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ്, ഇതുപോലത്തെ എന്താ ഗെയിമിംഗ് വീഡിയോസ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ലൈക്ക്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ നല്ല വീഡിയോ ആണെങ്കിൽ ലൈക്ക് ചെയ്യാൻ വെക്കാം. ഞാൻ ഒരു കത്തുകൂടി ചെയ്തിട്ട് ക്യാൻസൽ ചെയ്യാം. ഇതിട്ട് ഓരോരോ സാധനങ്ങളുണ്ടാവും. ഈ കാറ് അതൊക്കെ അൺലോക്ക് ചെയ്യാൻ ബ്രിക്സൊക്കെ വരും. ഇതൊക്കെ ഞാൻ അൺലോക്ക് ചെയ്തതാണ്. എന്നിട്ട് നമുക്ക് 2 കാറുകളുണ്ട് മിത്തോളം. അതിൽ ലെഗോ സെക്ഷനിൽ പോയിട്ട് ഈ ഫയർ ട്രക്ക് എടുക്കും. ഫയർ ട്രക്ക് എടുത്തിട്ട് കുഞ്ഞ് ഫയർ ട്രക്ക് തന്നെ നമ്മൾ ഇപ്പോൾ തന്നെ വലിയ ഫയർ ട്രക്കിൻ്റെ പോലെ തന്നെ ലാഡറൊക്കെ ഉണ്ട് ഇവിടെ, ബട്ടണൊക്കെ. പിന്നെ അടുത്ത കാറാണ് ഇത്, ഈ JCB. ഈ JCBന്ന് ഈ JCBന്ന് ഇത് ഈ ബട്ടണൊക്കെ മേലേക്ക് പോകും. അത് നമുക്കത് ഇരിക്കാനൊക്കെ പറ്റും. എന്നിട്ട് ഇതമ്മ കിടക്കാൻ പറ്റും. കിടക്കുമ്പോൾ മേലേക്ക് പൊന്താൻ പറ്റും. എൻ്റെ മേലേക്ക് പൊന്തിയിട്ട് കിടക്കാം, അല്ലെങ്കിൽ താഴെ പൊന്തിയിട്ട് കിടക്കാം. അങ്ങനെയാണ് ഇഷ്ടം കിടക്കാം. ഈ വണ്ടികളൊക്കെ നല്ല ഡ്രിഫ്റ്റ് അടിക്കാൻ പറ്റില്ല നമ്മൾ ഈ വണ്ടികൾ. പിന്നെ അടുത്ത മിത്തെന്ന് വെച്ചാൽ ഈ ഗെയിമിംഗ് കാർ എടുത്തിട്ട് അത് നമ്മൾ സ്പീഡിൽ പോകുമ്പോൾ എക്സോസ്റ്റമിക്ക് നോക്കിക്കോ. ചിലപ്പോൾ ഒരു ഫ്ലെയിം വരും കേട്ടോ. എക്സോസ്റ്റമിക്ക് നോക്കിയിരുന്നോ, ഇതെ കണ്ടോ ഫ്ലെയിം കണ്ടില്ലേ? അത് പവർ കൂടുമ്പോൾ
യൂസ് പവർ കൂടുമ്പോഴാണ് ആ ഫ്ലെയിം വരാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല. നമ്മൾ ഈ എച്ച് എന്ന് വെച്ച ബട്ടണിൽ മറ്റേ റീസൈക്കിൾഡ് ബട്ടൺ അതുമ്മ ചെയ്ത് എങ്ങനെയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തേക്ക് അവസാനിക്കാം.